എഴുന്നേറ്റ് വന്ന് നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്നയാളുടെയും ഒട്ടും ഇഷ്ടമില്ലാത്തയാളുടെയും പേര് പറയുക. ശേഷം ഇരുവർക്കും ഒരു നിക് നെയിം വീതം നൽകേണ്ടതാണ്. രേണു ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് സേഫ്റ്റി ടാങ്ക് ആണ്. എനിക്ക് ഇമാതിരി തീട്ട കേസുമായിട്ട് എന്റെ സ്റ്റേഷനിലോട്ട് വന്നേക്കരുത്. എനിക്ക് ഇവിടെ കുറെ ടോക്സിക് സാധനങ്ങൾ പുള്ളിക്കാരത്തിൽ ഫീൽ ചെയ്തു. അപ്പൊ അതുകൊണ്ട് എനിക്കത് ഫീൽ ചെയ്തു. ഞാൻ പറഞ്ഞു, ഈ നിഷ്കളങ്കമായ മുഖത്തേക്കൊന്ന് നോക്കടാ ഈശ്വര, എന്തൊരു ചൈതന്യം. മോള് അവിടെ പോയി ചാച്ചിക്കോ. എന്നെ സെപ്റ്റി ടാങ്ക്, വെറും സെപ്റ്റി ടാങ്ക്. ആദ്യമായിട്ടാണ് ഒരു സെപ്റ്റി ടാങ്ക് എന്ന ഒരു ഇരട്ടപ്പേര് കേൾക്കുന്നത് എന്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ്. ആദ്യം ഒരു അല്പ അസൗകര്യം കാണും, പിന്നെ അത് ശീലമായിക്കോളും. ഉരുകി പോയിട്ട് സത്യമായിട്ട് ഞാൻ എനിക്ക് അങ്ങനെ കേട്ടത്. കാരണം അതിലപ്പുറം ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ മറ്റവളാണ് മറിച്ചവളാണെന്നൊക്കെ ഞാൻ പുറത്തുനിന്ന് കേട്ടു. മറ്റവളാണ് മറിച്ചവളാണെന്നൊക്കെ ഞാൻ പുറത്തുനിന്ന് കേട്ടു. എന്റെ ഭയ ഞാനൊന്നും പറഞ്ഞിട്ടില്ല. മുതലാളി ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ബോട്ടിൽ വെച്ചേ. മുതലാളി മറന്നുപോയതാ. നീ പറയും. ഇല്ലാത്തതുകൊണ്ട് കേൾക്കാത്ത പേരുകളൊന്നുമില്ല. എന്തൊക്കെ പേര് കേൾക്കുമെന്നറിയാം എന്റെ പൊന്നുകുഞ്ഞേ. സത്യം പറഞ്ഞ വിഷമം കൊണ്ട് ചത്താലോന്ന് വരെ തീരുമാനിച്ചതാ. അയ്യോ, എന്നിട്ട് എന്ത് പറ്റി? മരിച്ച പോസ്റ്റ്മോർട്ടം ചെയ്യലൊന്ന് പേടിച്ചിട്ടാ. ഒരു സ്ത്രീയാണ് ഞാൻ, ഒരു അമ്മയാണ് ഞാൻ, ഒരു വിധവയാണ് ഞാൻ. ഓരോ വിധവകൾക്ക് വേണ്ടിയിട്ടുള്ള ശബ്ദമായിരിക്കണം എന്റേത്. ഒരു സ്ത്രീയാണ് ഞാൻ, ഒരു അമ്മയാണ് ഞാൻ, ഒരു വിധവയാണ് ഞാൻ. ഓരോ വിധവകൾക്ക് വേണ്ടിയിട്ടുള്ള ശബ്ദമായിരിക്കണം എന്റേത്. Living together, marriage, living together. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ. ഇനി സ്വസ്ഥമായിട്ട് വണ്ടി റോഡിൽ പോട്ടെ.